ഹലോ ഫ്രണ്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായിട്ട് റണ്ണിങ്ങിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. കൂടുതലായിട്ടൊന്നുമല്ല, അതായത് നമ്മൾ എപ്പോഴും റണ്ണിങ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഫാറ്റ് കുറക്കുന്നതിനും വയറ് കുറക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിരിക്കും നമ്മൾ റണ്ണിങ്ങിലേക്ക് കടന്നു വരുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ റണ്ണിങ് തുടങ്ങുന്ന സമയത്ത് ഒരു ധാരണയുണ്ട്, നല്ല വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ തടി പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. അതൊരു തെറ്റിദ്ധാരണയാണ്. എപ്പോഴും കുറഞ്ഞ സ്പീഡിൽ, അതായത് ലോ സ്പീഡിൽ, അതായത് ജോഗിങ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച്, അതായത് നോസ് ബ്രീതിങ്ങിലൂടെ നമുക്ക് പതുക്കെ ഓടാൻ പറ്റുന്ന ആ ഒരു വേഗതയുണ്ട്. ആ വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ എപ്പോഴും ബോഡി ഫാറ്റ് ബേൺ ആവത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബോഡി ഫാറ്റ് ബേൺ ആവാനാണെങ്കിൽ ആ രീതിയിൽ തന്നെ ഓടണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റണ്ണിങ്ങിൻ്റെ എൻഡ്യൂറൻസും പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ, അതായത് വാക്ക് ആൻഡ് ജോഗ്, അതായത് നമ്മൾ കുറച്ച് നടക്കുക, കുറച്ച് ദൂരം ഓടുക, വീണ്ടും മടുക്കുന്ന സമയത്ത് വീണ്ടും നടക്കുക, ആ രീതിയിൽ വേണം റണ്ണിങ്ങിൻ്റെ ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി. പിന്നീട് നടക്കുന്ന ദൂരത്തിന്റെ ലെങ്ത് കുറയ്ക്കുകയും ഓടുന്ന ദൂരത്തിന്റെ ലെങ്ത് കൂട്ടുകയും വേണം. അത് നമ്മൾ ആദ്യം തന്നെ കയറി ഓടിക്കഴിഞ്ഞാൽ വർഷം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മടുക്കും. അതുപോലെ തന്നെ ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചുറിയുടെ കാര്യം നമുക്ക് റിക്കവറി എപ്പോഴും അത്യാവശ്യമാണ്. ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ മാക്സിമം പോയ 4 ദിവസം മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാവൂ. തിങ്കൾ, ചൊവ്വ, അതുപോലെ തന്നെ വ്യാഴം, വെള്ളി, ഈ ദിവസങ്ങളാണ് ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബോഡി റിക്കവറായി വരുന്നതിന് വേണ്ടിയിട്ട് അതിന് സമയം കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.